തമിഴ്നാടിൻ്റെ തനത് ഗ്രാമീണ ഭംഗിയും നെൽപ്പാടങ്ങളും മലനിരകളും പച്ചിപ്പും ആസ്വദിച്ച് തിരുനെല്ലി ജില്ലയിലെ പെൺപൊഴി എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഇവിടെ പുരാതനമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്, തിരുമല കുമാരസ്വാമി ക്ഷേത്രം. തമിഴ്നാട്ടിലെ തിരുനെല്ലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പെൺപൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൃഗക്ഷേത്രമാണ് തിരുമലൈ ക്ഷേത്രം. കേരളവുമായി പങ്കുവയ്ക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലനിരകളും നെൽപ്പാടങ്ങളും പച്ചിപ്പും ഗ്രാമീണ സൗന്ദര്യവും ഈ ദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ പന്തളം രാജകുടുംബവുമായി ബന്ധമുള്ള ക്ഷേത്രം കൂടിയാണ് ഇത്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതത് എന്ന് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ആദ്യകാല രേഖകളിൽ പറയുന്നു. ഏകദേശം 600 പടികൾ ചവിട്ടിയാണ് അടുത്ത കാലം വരെ ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നത്. ക്ഷേത്രം വരെ വാഹനങ്ങൾ എത്തുവാനുള്ള സൗകര്യം പിന്നീടാണ് നിർമ്മിച്ചത്. ലോകത്തിൻ്റെ നാനാ വശങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. അഗസ്ത്യാർ മുനി സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ജലസംഭരണിയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഭക്തിസാന്ദ്രവും പ്രകൃതി മനോഹാരിത നിറഞ്ഞ കാഴ്ചകൾ പകർത്തി തിരുമലൈ കുമാരസ്വാമിയെ തൊഴുത് ഞങ്ങൾ തെങ്കാശിയിലേക്ക് യാത്ര തിരിച്ചു. പതിമൂന്നാം നൂറ്റാണ്ടിൽ പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിനടുത്തായി ഒഴുകുന്ന ചിറ്റാർ നദി ഗംഗാനദിക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്നു. തെങ്കാശിയിൽ ആരാധന നടത്തുന്നവർക്കും കാശിയിൽ നടത്തുന്ന ആരാധനയുടെ അതേ ഗുണം ലഭിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിലെ 2ാമത്തെ വലിയ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രം ഉലഗമ്മ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ശിവൻ ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂമൂർത്തിയായി വിരാജിക്കുന്നു.